പല ഇൻ്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വര തുടങ്ങിയ പാടക്ക് പല കാര്യങ്ങളും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും സക്സസ് ആയതുമില്ല, അതൊന്നും മേടിക്കാനും ആൾക്കാരില്ല. എല്ലാവർക്കും കണ്ണന മതിയായിരുന്നു. അതും വെണ്ണക്കണ്ണനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടതും മേടിച്ചതെന്നൊക്കെ. പക്ഷേ അത് പലരും ഇപ്പം വിശ്വസിക്കാൻ തയ്യാറല്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ മുമ്പിലേക്കായിട്ട് ഇപ്പം ഞാനൊരു തെളിവ് കൊണ്ടുതരാം. ഞാനിപ്പം നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. ഇവിടെ ഞാൻ 10-11 വർഷങ്ങൾക്ക് മുമ്പ് പരീക്ഷിച്ച ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾക്കതിൻ്റെ കാലപ്പഴക്കം കണ്ടാലറിയാം എത്രത്തോളം വർഷം പഴക്കമുണ്ടെന്ന്. ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഇങ്ങനൊരു കാര്യം ഞാൻ കണ്ടതും അത് നിങ്ങളിലേക്ക്, സത്യത്തെ ഒരിക്കലും മണ്ണിട്ട് മൂടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇത് വേണ്ട, ഇതൊക്കെ എന്ന് വെച്ചാൽ ഗ്ലാസ്സാട്ടോ. ഞാൻ വര തുടങ്ങിയ ആദ്യ കാലഘട്ടങ്ങളിൽ ഗ്ലാസ്സിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീടാണ് അക്രലിക് ഷീറ്റ് ആവാൻ കാരണം എന്ന് വെച്ചാൽ കൊറിയർ ഇഷ്ടം പോലെ. ആദ്യമൊക്കെ ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രമേ എനിക്ക് ഓർഡർ വരാറുള്ളായിരുന്നു. ഇന്നതിന് ശേഷമാണ് പുറത്തുനിന്നും എനിക്ക് ഓർഡർ വരൽ തുടങ്ങിയത്. അങ്ങനെയാണ് അക്രലിക് ഷീറ്റിൻ്റെ മുകളിലാക്കിയിട്ട് കൊറിയർ ചെയ്യാനും കാരണം. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ക്യാൻവാസും ഈ ഗ്ലാസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ഭയങ്കര കളർഫുള്ളായിരിക്കും. അപ്പോൾ അതെ, ഞാൻ പണ്ട് കാലത്ത് വരച്ച ഒരു താമരയാട്ടോ ഇത്. നമ്മുടെ BJP നേതാവ് ആർക്കെങ്കിലും ഒന്ന് കുമ്മനം രാജശേഖരേട്ടന് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സുരേഷ് ഗോപി ചേട്ടന് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരച്ച് നോക്കിയ താമരയാണ് ഇത്. വലിയ താമര മാത്രമല്ല, ആ കുഞ്ഞു താമരയും ഉണ്ട് കേട്ടോ. അതിൻ്റെ ചെറിയ കുഞ്ഞി താമരയും ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെതാ ഞാൻ ചെയ്ത് നോക്കിയൊരു കണ്ണനാണ് ഇത്. ആ സമയത്ത് ഏകദേശം ഞാൻ പറഞ്ഞില്ല, ഒരു 10 വർഷമെങ്കിലും ഇതിന് പഴക്കമുണ്ടാവും. ഇതാ നോക്കിക്കോളൂ, അത്രത്തോളം പഴക്കമുണ്ട് ഇതിന്. അപ്പോൾ ഈ ഒരു മോഡൽ കണ്ണനും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ആർക്കും വേണ്ട. ആ ഒരു സമയത്തേക്ക് നമ്മുടെ വെണ്ണക്കണ്ണനെ കുറിച്ച് പേപ്പറിലൊക്കെ വന്ന് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി വന്ന ഒരു സമയത്താണ് തോന്നുന്നു ഇത് വരച്ചത്. ആദ്യം ഞാൻ ശരിക്കും വരച്ച് തുടങ്ങിയതെന്ന് വെച്ചാൽ ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനാട്ടോ. ഒരു ദിവസം ഞാൻ ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനെ വരച്ച് വെച്ച വീട്ടിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിച്ചിരുന്നുണ്ട്. അപ്പോഴാണല്ലോ കുറച്ചുകൂടി വ്യക്തമാവുക. പക്ഷേ ഇതൊന്നും മാത്രമല്ല, എത്രയോ എണ്ണം വരച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മോഡൽ കണ്ണനാണ് ഉള്ളത്, ഓടക്കോയിൽ പിടിച്ചിരിക്കുന്ന കണ്ണനാണെന്ന് പറയുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് വേണ്ട, ഒന്നെങ്കിൽ ലഡു എടുത്ത് കഴിക്കുന്ന, അല്ലേ വെണ്ണക്കണ്ണൻ്റെ മുകളിലാണ് എല്ലാവർക്കും വെണ്ണക്കണ്ണം മതി എന്ന് വെച്ചാൽ. വെണ്ണക്കണ്ണം ഫേമസ് ആയത് 2016 2016 കുമ്മനം രാജശേഖരേട്ടന് കൊടുത്ത സമയത്താണ് ആദ്യമായിട്ട് ഇത് പത്രങ്ങളിൽ വരുന്നത്. പിന്നീട് എക്സിബിഷനിലൊക്കെ നമ്മുടെ വെണ്ണക്കണ്ണം വന്ന്. അപ്പോഴേക്കും എല്ലാവർക്കും വെണ്ണക്കണ്ണം, അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ മിക്ക ആൾക്കാരും 99.9% ആൾക്കാരും വെണ്ണക്കണ്ണം മതി എന്നാണ് പറയുക. അങ്ങനെ ഇത് മൂലയിലായിപ്പോയതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇതൊക്കെ ഇങ്ങനെ മൂലയിലിടുക എന്ന് പറയുമ്പോൾ മാനസികമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ആരും സ്വീകരിക്കാനില്ലാതെ നിൽക്കുന്ന സമയത്താണ് ഇതൊക്കെ മൂലയിലായിപ്പോയത്. പിന്നീട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോയി. ഇതൊന്നും ഇനി ക്ലീൻ ചെയ്തെടുത്താലും റെഡി ആവില്ല. ഇതൊക്കെ കളറൊക്കെ മങ്ങിപ്പോയി വെയിലും മഴയും കൊണ്ട്. അപ്പം നമുക്കൊരു വിഷമമാണ്, നമ്മൾ കാരണമാണല്ലോ കണ്ണൻ ഇങ്ങനെ കിടക്കുന്നതെന്നുള്ളത്. പക്ഷെ ഇവിടെ അശുദ്ധിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. വേറെ എനിക്ക് ഓപ്ഷൻ ഇല്ല. ഇതെന്ന് വെച്ചാൽ ഗ്ലാസ്സാണ്. ഗ്ലാസ് നശിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് കൊണ്ടുവച്ച് പുഴയിൽ ഒഴിക്കാൻ പറ്റൂല. അത് നമ്മൾ ചെയ്യുന്നതൊരു ദ്രോഹം തന്നെയാണല്ലോ. പിന്നെ അതേപോലത്തെ ഒരു കണ്ണം പൊട്ടിപ്പോയത് വേറൊരു സംഭവം, ഒരു പൂച്ച. ഇത് കുട്ടിക്കാലത്ത് എൻ്റെ മോള് കുട്ടിയായ സമയത്ത് അവൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തതായിരുന്നു. പക്ഷെ പൊട്ടിപ്പോയി. അങ്ങനെ മുളന്ന് ചെറുതായിരുന്നല്ലോ, അപ്പോൾ അവൾക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തതായിരുന്നു. ഇതേപോലെ ഇവിടെ ഉണ്ട്. ഇതൊന്ന് മാഷാ അല്ലാഹ്. ഒന്ന് ഞാൻ ചെയ്തിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പ് തൂക്കി എന്നല്ലാതെ ഈ പറഞ്ഞതുപോലെ കണ്ണം മാത്രം ചെയ്തപ്പം ഞാൻ പറഞ്ഞില്ലേ, നാട്ടിലൊക്കെ പല സംസാരങ്ങളും തുടങ്ങിയപ്പം മുസ്ലിം മതസ്ഥർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വരച്ചതാണ്, മാഷാ അല്ലാഹ്. പക്ഷേ ഇതും മേടിക്കാൻ ആരും തയ്യാറായി മുന്നോട്ട് വന്നില്ല. അങ്ങനെയാണിത് മൂലയ്ക്കെടുക്കുന്നതിനുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു മാഷാ അല്ലാഹ്. രണ്ടാമത്തേത് പൊട്ടിപ്പോയതാട്ടോ. ഇതൊക്കെ മാഷാ അല്ലാഹ് തന്നെയാണ്. ഇതൊന്നും ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് ഇവിടെ മൂലയിലായി പോയതാണ്. അതേപോലെ ഒരു അരിവാൾ ചുറ്റിക നക്ഷത്രം.
ഇതെന്ന് പറയുന്നത് എൻ്റെ വീട്ടിലെ സഖാവ് എന്നെ കൊണ്ട് ചെയ്യിച്ചതാട്ടോ. എൻ്റെ ഭർത്താവ് ഒരു സഖാവാണ്. അപ്പോൾ ആൾ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണിത്. ഇതിൻ്റെ നടുക്ക് ജസ്ന സലീം എന്നൊക്കെ എഴുതിയിട്ട് ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം ഒരു ആൾക്ക് ഞങ്ങൾ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ആളാരാന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. കാക്ക മുഖാന്തരത്തെ അതേപോലത്തെ വേറെയും കണ്ണന്. ഇത് കണ്ണൻ എത്രയോ എണ്ണം ഞാൻ വരച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും വേണ്ട. എല്ലാവർക്കും ആ സമയത്തേക്ക് വെണ്ണക്കണ്ണം മതി, അല്ലെ ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണം മതി എന്ന് പറയുമ്പം ഇത്രയും ഫോട്ടോ ഇവിടെ അറിയക്കൊള്ള ഇങ്ങനെ മൂലയിൽ കിടക്കുകയാണല്ലോ. അപ്പം ഉണ്ടാകുന്നൊരു വിഷമം ഉണ്ടാവല്ലോ. അങ്ങനെയാണ് അത്. പിന്നെ ഇതേ ഞാൻ വരച്ചൊരു കണ്ണം ഇതൊക്കെ ഗ്ലാസ്സാട്ടോ. എല്ലാം ഗ്ലാസ് തന്നെയാണ്. ഞാനിപ്പം അക്രലിക് ഷീറ്റിൻ്റെ മുകളിലാണ് വരയ്ക്കുന്നത്. അന്ന് ഗ്ലാസ്. അന്നത്തെ ഫോട്ടോക്ക് നോക്കുക, ഓർണമെൻറ്റ്സിനൊക്കെ കുറേ മാറ്റമുണ്ട്. ഞാൻ ചിലപ്പം മാറ്റം ചെയ്യാറുണ്ട് കേട്ടോ. ഓർണമെൻറ്റ്സിനൊക്കെ ഇത് കണ്ണം പൊട്ടിപ്പോയത്. ഇതേ ഇത്രയും കാര്യങ്ങൾ. ഇത് ഇവിടെ കണ്ടോ, ഒരു പ്രാവ്, 2 പ്രാവുകൾ. ഇതൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കി. ഇതിൻ്റെയൊക്കെ പഴക്കം കാണുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് വശം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇത്രത്തോളം പഴക്കമുണ്ട്. ഇതൊക്കെ ഓരോന്നിൻ്റെ ഇതിൻ്റെ മുകളിൽ പറ്റി പിടിച്ച് പോയതാണ്. അപ്പോൾ ഇതൊക്കെ ഗ്ലാസും കൂടിയാണ് സംഭവം. അതൊന്നും കൊറിയർ ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൂലയിലായി കിടക്കുകയാണ്. എല്ലാവർക്കും വേണ്ടത് ഉണ്ണിക്കണ്ണന്മാരാ, അല്ലേ വെണ്ണക്കണ്ണന്മാരാ. ഈ 2016 തൊട്ടിട്ട് ഞാൻ ഫുള്ള് വെണ്ണക്കണ്ണനാണ് വരച്ചത്. അതിൽ 2-3 എണ്ണം വേറെ ഫോട്ടോസ് ഞാൻ വരച്ചിട്ടുണ്ട്. അത്രയും എന്നോട് നിർബന്ധിച്ചത് കൊണ്ടിട്ട്. ഒന്ന് മയിൽപ്പീലി കണ്ണനാണ്, ഒന്ന് ആലിലേ കിടക്കുന്ന കണ്ണനാണ്. ഇത്രയും ഫോട്ടോസൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ നാടുണ്ട് താമരശ്ശേരി നാട്ടിൽ പിന്നെ ഓടക്കാളി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രത്തിൽ നിങ്ങൾ ആരെങ്കിലും പോകലുണ്ട്, അവിടെ കാണാം ഒരു പാവപ്പെട്ടൊരു ധനലക്ഷ്മി. അതും ഞാൻ വരച്ചതാണ്. അതേപോലെ എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു വീട്ടുകാർ, അവിടുത്തെ ഒരു ഫോട്ടോ, അവർ വീട് പണിയുള്ള സമയത്ത് നശിച്ചു പോയപ്പോൾ എനിക്കത് കൊണ്ടുവച്ച് കാണിച്ചു തന്നെ. ഇതുപോലെ ഒന്ന് വരച്ച് തരാമോ എന്ന് ചോദിച്ചു. ഏതെന്നറിയോ, പശുവിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കണ്ണന്. അപ്പോൾ അത് ഞാൻ വരച്ച് നോക്കിയിട്ടുണ്ട്. ഗണപതി വരച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ആർക്കും ഇതൊന്നും ആവശ്യമില്ല. എല്ലാവർക്കും കണ്ണന്മാരെ മതി. അന്ന് ശങ്കരൻ നമ്പൂതിരി അങ്ങനെ പറഞ്ഞതിന് ശേഷം എല്ലാവരും കണ്ണനെ മേടിക്കാൻ മാത്രമേ മുന്നോട്ട് വന്നിട്ടുള്ളൂ. എന്തിനീ മാഷാഅല്ലാഹ് പോലും ആരും മേടിക്കാൻ തയ്യാറായില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇതിപ്പം ഗ്ലാസിൻ്റെ മുകളിൽ, ഗ്ലാസ്സൊന്നും എനിക്ക് കൊറിയർ ചെയ്യാൻ പറ്റില്ല. ഇതേ സംഭവം അക്രലിക് ഷീറ്റിൻ്റെ മുകളിലേക്കാക്കി അത് ചെയ്ത് ഫ്രെയിം ചെയ്തെല്ലാം കൂടി കൊറിയർ ചെയ്യുമ്പോൾ നല്ല എക്സ്പെൻസീവും ആവുന്നുണ്ട്. അതും ഞാൻ നോക്കണം. എല്ലാം കൂടി എൻ്റെ അടുത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതൊന്നും അറിയാതെ സമൂഹം തന്നെ സ്വന്തമായിട്ട് ജഡ്ജ്മെൻറ്റ് ചെയ്ത് എന്നെക്കുറിച്ച് അങ്ങ് പറഞ്ഞതാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ കാണിച്ചു തരാനാണ് എന്തോ ഞാനിങ്ങോട്ട് കയറിയത്. ശരിക്കും കയറിയതെന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോകില്ലേന്ന്. അങ്ങനെ വീഡിയോ ചെയ്തതാണ്.